സാമ്പത്തികമായ ഞെരുക്കം കോൺഗ്രസിന്റെ ദേശീയ തലത്തിലെ പ്രചരണത്തെയും താളം തെറ്റിക്കുകയാണ്. വലിയ റാലികളുടെ എണ്ണം കുറച്ചു. താഴെത്തട്ടിൽ പ്രചരണം ശക്തമാക്കാനാണ് കോൺഗ്രസിന്റെ തീരുമാനം. സ്ഥാനാർത്ഥികൾക്ക് ഹൈക്കമാൻഡ് നൽകുന്ന തുകയും വെട്ടിക്കുറയ്ക്കും. ധനസുമോദ് ഡൽഹിയിൽ ബ്യൂറോ ചീഫ് കൂടുതൽ വിവരങ്ങൾ നൽകാൻ. ധനസുമോദ്, ഈ പ്രതിസന്ധിയെ എങ്ങനെ മറികടക്കാനാണ് പാർട്ടി ഇപ്പോൾ ആലോചിക്കുന്നത്? ഇപ്പോൾ പ്രധാനമായും ഈ തെരഞ്ഞെടുപ്പ് ഇങ്ങനെ നീട്ടിക്കൊണ്ടുപോകുന്നത് കാര്യം ഇതൊരു 1 മാസത്തിനുള്ളിൽ തീരും എന്നാണ് കോൺഗ്രസ് സ്വാഭാവികമായും വിചാരിച്ചിരുന്നത്. പക്ഷേ ഇത് നീണ്ടുപോകുന്നത് തന്നെ കോൺഗ്രസിന് ഇത്രയും ദിവസം ഓരോ ദിവസവും ചെല്ലും തോറും അതിൻ്റെ ഒരു ദൈനംദിന ചെലവുകൾക്ക് പോലും പണം കണ്ടെത്താനാവാത്ത ഒരു അവസ്ഥയിലാണുള്ളത്. അത് പ്രാഥമികമായി തന്നെ താരപ്രചാരകരുടെ അവർ പങ്കെടുക്കുന്ന റാലികളുടെ എണ്ണം കുറക്കുക എന്നുള്ളതാണ് ഹൈക്കമാൻഡ് അടിയന്തരമായി ആദ്യം ചെയ്യുന്നത്. കാരണം നേരത്തെ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളായ ഛത്തീസ്ഗഡിലും രാജസ്ഥാനിലും കോൺഗ്രസ് അധികാരത്തിലുണ്ടായിരുന്നു. അതിന് പിന്നാലെയാണ് ഹിമാചൽ പ്രദേശിൽ അധികാരം പിടിക്കുകയും ചെയ്തത്. പക്ഷേ പിന്നീട് നടന്ന കഴിഞ്ഞ മാസങ്ങൾക്ക് മുമ്പ് നടന്ന തെരഞ്ഞെടുപ്പിൽ ഛത്തീസ്ഗഡിലും രാജസ്ഥാനിലും അധികാരം നഷ്ടപ്പെടുകയായിരുന്നു ചെയ്തത്. ഇതോടുകൂടി ഒരു പ്രധാനമായും മറ്റു സംസ്ഥാനങ്ങളിലേക്ക് പോലും ഒരു ഫണ്ട് കണ്ടെത്താനുള്ള ഒരു മാർഗം കോൺഗ്രസിന് ഇല്ലാതെ വന്നു എന്നുള്ളതാണ് വാസ്തവം. മാത്രമല്ല ഇപ്പോൾ ഹിമാചൽ പ്രദേശിലെ തന്നെ ഒരു 6 എംപിമാർ കളമാറി ചവിട്ടിയതിനാൽ ഇപ്പോൾ അവിടെയും തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇതിനകത്ത് തന്നെ ആ സർക്കാരും ഏത് സമയത്ത് വേണമെങ്കിലും താഴെ പോകാം എന്നുള്ളൊരു അവസ്ഥയിൽ തന്നെയാണ് ഹിമാചൽ പ്രദേശിൽ നിൽക്കുന്നത്. അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ ഇപ്പോൾ കേവലം കർണാടകയിൽ നിന്നുള്ള ഒരു ഫണ്ട് കൊണ്ട് തന്നെ രാജ്യം മുഴുവനും ഇപ്പോൾ ഉള്ള സ്ഥാനാർത്ഥികൾക്ക് ഒരു പണം കണ്ടെത്തേണ്ട ഒരു അവസ്ഥയാണുള്ളത്. അത് അത്രത്തോളം പ്രായോഗികമല്ല. അതുകൊണ്ട് തന്നെ ഈ തരത്തിലുള്ള ഒരു ഫണ്ടില്ലാത്തതും സാമ്പത്തിക പ്രതിസന്ധിയും എല്ലാ തരത്തിലുള്ള ഒരു കാര്യങ്ങളെയും ബാധിച്ചിരിക്കുകയാണ്. നേതാക്കന്മാർ ഇതിനകം തന്നെ ചാർട്ടേഡ് ഫ്ലൈറ്റുകളാണ് പല സ്ഥലങ്ങളിൽ പോകാറുള്ളത്. മാത്രമല്ല ഒരു സ്ഥലത്ത് ചെന്ന് കഴിഞ്ഞാൽ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് സംസ്ഥാനങ്ങളുടെ വിവിധ പ്രദേശങ്ങളിലേക്ക് പോകുന്നത് ഹെലികോപ്റ്ററുകളിലാണ്. ഇത്തരം വില കൂടിയ ഇത്രയും യാത്രകൾ ഇനി വെട്ടിച്ചുരുക്കുന്നതിലേക്കാണ് കോൺഗ്രസ് ഇപ്പോൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. ശരി, ധനസുമോദാണ് വിവരങ്ങൾ നൽകിയത്. കോൺഗ്രസിനെ ധനപ്രതിസന്ധി പിടിച്ചുലയ്ക്കുകയാണ്. അവരുടെ അക്കൗണ്ടിലെ പണം എടുക്കാൻ മോദി സർക്കാർ സമ്മതിക്കുന്നില്ല എന്നാണ് അവരുടെ പ്രധാനപ്പെട്ട പ്രശ്നം.